വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. SIR നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 സംസ്ഥാനങ്ങളുടെ SIRന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. നമ്മൾ SIR നടക്കുന്ന സമയത്തും അത് ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോരോ അപ്ഡേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ന്യൂസ് ഇന്ത്യ മലയാളം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കൃത്യമായിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് SIR ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ SIR നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ബീഹാറിൽ SIR നടന്നതിന് ശേഷമാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വോട്ടെടുപ്പ് നടന്നപ്പോൾ അവിടെ BJPയും അല്ലെങ്കിൽ NDA സഖ്യം മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലേറി. പക്ഷെ അപ്പോഴാർക്കും വോട്ട് ചോദിയില്ല. SIRനെ കുറിച്ച് യാതൊരുവിധ പരാതിയുമില്ല. SIRനെ കുറിച്ച് ആ സമയത്ത് പരാതി ഉണ്ടായിരുന്ന അവിടെയുള്ള മഹാസഖ്യം അവര് നേരെ കോടതിയിലേക്ക് പോയി അതെല്ലാം പറഞ്ഞ് തീർപ്പാക്കി. കോടതി കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. അതായത് SIR ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള പ്രതിപക്ഷം പോലും മുന്നോട്ട് പോയത്. പിന്നെ വോട്ട് ചോദ്യ ആരോപണമൊന്നും അവിടെ കേട്ടതേയില്ല. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു. 45 ദിവസത്തിനകം SIRനെ കുറിച്ചോ വോട്ട് ചോദ്യയെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒന്നും ആ വഴി പോയിട്ടേ ഇല്ല. നമുക്ക് ആലോചിക്കേണ്ടത് ബീഹാറിലാണ് ആദ്യം വോട്ട് ചോദ്യയുടെ റാലി തുടങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് യാതൊരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ പശ്ചിമ ബംഗാളിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ കടുത്തു. മമതാ ബാനർജി കോട്ട് വിട്ടുകൊണ്ട് നേരെ കോടതി കയറി നിന്നപ്പോൾ മമതാ ബാനർജിയോട് ആ സമയത്ത് മമതാ ബാനർജി നല്ലൊരു മുറ്റ് രാഷ്ട്രീയ പ്രസംഗം അവിടെ നടത്തി. ആ രാഷ്ട്രീയ പ്രസംഗം കണ്ടിട്ട് അവിടെ ജഡ്ജി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വക്കീലുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം സംസാരിക്കട്ടെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, അദ്ദേഹം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ അയാളും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അപ്പോ ഈ SIRനെ സംബന്ധിച്ച് കോടതി ചെയ്തത് സത്യം പറഞ്ഞാൽ അവിടെ ആർക്കും തിരിച്ചടി കിട്ടിയില്ല. ഞാൻ അത് മൊത്തം വായിച്ചതാണ്, ലൈവ് ലോയിൽ മൊത്തം ആ നടപടിക്രമങ്ങൾ വായിച്ചതാണ്. മമതാ ബാനർജി പറഞ്ഞതും വായിച്ചു, കോടതി പറഞ്ഞതും വായിച്ചു. കോടതി ഇവിടെ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് നോക്കിയും കണ്ടൊക്കെ ഒന്ന് ചെയ്യൂ, ഇത്ര മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവരെന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആരോപണം ദത്ത DATTA എന്നാണ് അയാളുടെ പേര്. അത് എഴുത്തുകുത്തിൽ DUTTA ആയി കഴിഞ്ഞാൽ പോലും അയാളെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഇവരുണ്ടാക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പൊ കോടതി പറഞ്ഞത് അതൊന്ന് നോക്കിയും കണ്ടൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 9 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഈ SIRന്റെ സമ്പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 6.5 കോടി ജനങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകും എന്നുള്ള വിവരങ്ങൾ കേൾക്കുന്നു. ചേട്ടാ, ഇത് സത്യമാണോ? ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ 6.5 കോടി ജനങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അതൊരു വലിയ ഒരു പുറത്തുപോക്കാണ്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഇവരെല്ലാം ബംഗ്ലാദേശികളാണോ, അല്ലെങ്കിൽ ഇവർ ഇന്ത്യക്കാരല്ലേ? ഇവരെവിടെ നിന്നാണ് വന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ചാണോ? അതെ, എന്താ തോന്നുന്നത്? അത് നിങ്ങൾ ധനുഷ് മമതാ ബാനർജിയെ കുറിച്ചും കോടതി നടപടികളെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും ജനങ്ങൾക്കുള്ള ചെറിയ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. പലരും പറയുന്ന സംഘി കോടതി SIRന് അനുകൂലമായി നിന്നു എന്നാണ്. അങ്ങനെയല്ല. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ടീമായിരുന്നു ആദ്യം പോയി കഴിഞ്ഞപ്പോൾ കോടതി ആദ്യം അത് ഫയലിൽ സ്വീകരിച്ചു. ആ കേസ് വാദം മുൻപോട്ട് പോയി. അവസാനം കോടതി പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത്, നിങ്ങൾ ഇതൊക്കെ ധനുഷ് പറഞ്ഞ കണക്ക് തന്നെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെട്ടിക്കളയരുത് എന്ന് ആദ്യം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഭാഗം ബോധിപ്പിച്ചു. അവരുടെ ഭാഗം ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം കോടതിക്ക് ക്ഷമ കേട്ടിട്ട് കോടതി ഈ പ്രതിപക്ഷത്തിന്റെ അഭിഭാഷകരോട് പറഞ്ഞൊരു കാര്യം, അവര് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആ സാധനമായിട്ട് അവിടെ ചെല്ലൂ, നിങ്ങളുടെ പേര് ചേർക്കൂ. ഇനി അത് കൊണ്ടുചെന്നിട്ടും നിങ്ങളുടെ പേര് ചേർക്കുന്നില്ല എങ്കിൽ, ഡോക്യുമെന്റുമായിട്ട് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ പേര് ചേർക്കുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറ, ഞങ്ങൾ അപ്പം തന്നെ പേര് ചേർത്ത് തരാം എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ആ ഇത് തീരുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാല്, മമതാ ബാനർജിക്ക് നമ്മുടെ കേരളത്തിലെ മുഖ്യനെ പോലെ തന്നെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മമതാ ബാനർജി ഒരു കോട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ സുപ്രീം കോടതി വാദിക്കാൻ ചെന്നു. നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള കാർഡടിച്ചു. ആ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഗംഭീരം, ഏതാണ്ട് മമതാ ബാനർജിയുടെ ഷോ ഒന്ന് രാജ്യം മുഴുവൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊരു PR വർക്കും മമതയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കോടതി പറഞ്ഞത് ധനുഷ് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, അതെല്ലാം അവിടെ പറഞ്ഞാൽ മതി, ഇവിടെ ഒന്നും വേണ്ട, നിങ്ങൾ രേഖ കൊടുത്തിട്ടും നിങ്ങളെ കയറ്റിയില്ലെങ്കിൽ ഇവിടെ വരൂ, ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കി തരാം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് പറയാം. ധനുഷ് ചോദിച്ചത് ചോദ്യം ആദ്യം എന്നെയും അമ്പരപ്പിച്ചതാണ്, ഈ രാജ്യത്തുള്ള എല്ലാവരെയും അമ്പരപ്പിച്ചതാണ്. കേവലം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ മാത്രമാണ് SIRന്റെ കരട് പട്ടിക ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉടനെ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു, അത് നീട്ടിക്കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമൊക്കെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഈ പശ്ചിമ ബംഗാളിലെ SIRന്റെ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞ ഉടൻ അവിടുത്തെ കരട് പട്ടിക 28-ാം തീയതി പ്രഖ്യാപിക്കും, പുറത്തുവിടും. ആ കരട് പട്ടികയോട് പുറത്തുവിട്ടിട്ട് ഒരു 5 ദിവസം കൂടെ കൊടുക്കും. മിക്കവാറും മാർച്ച് ആദ്യം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ വരുന്നത്.
ഏതായാലും നമുക്ക് ഈ 6.5 കോടിയുടെ കണക്കിലേക്ക് പോകും. പക്ഷെ പ്രേക്ഷകർക്ക് ഒരു അമ്പരപ്പ് ഉണ്ടാക്കും എവിടുന്നാണ് ഈ 6.5 കോടി വരുന്നതെന്നുള്ള. ബംഗാളിലെ മാത്രം ഞാനൊരു ചെറിയ കണക്ക് പറയാം. 70 ലക്ഷം പേരാണ് പുറത്തു പോകുന്നത്. തുടക്കത്തിൽ ധനുഷ് ചോദിച്ചൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം, അത് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം കാണും. ഇത്രയും കോടി പേര് എവിടെ പോയി, അവരെങ്ങോട്ട് പോകുന്നുള്ളത്. ധനുഷ്, ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേര് ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിപ്പില്ല, മരിച്ചവരുണ്ട്. അതേ കണക്ക് ഞാൻ പറഞ്ഞുതരാം. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ SIRന്റെ തുടക്കത്തിൽ തന്നെ 58 ലക്ഷം പേരാണ് പുറത്തു പോയത്. അതിനെക്കുറിച്ച് ആർക്കും പരാതിയൊന്നുമില്ല. മരിച്ചുപോയവർ പുറത്താക്കണ്ടേ, മരിച്ചുപോയവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവര്, ചിലപ്പം ഇവിടെയുള്ള ഒരാള് വേറൊരു ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഈ സെൻട്രലിൽ കിടക്കുന്ന കുറച്ചധികം വോട്ടർമാർ തിരുവനന്തപുരത്തുകാരല്ല, അവർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ജോലിക്കായിട്ട് വന്ന് അവിടെ സ്ഥിരതാമസമാക്കിയവർ. ചിലപ്പോൾ അവരുടെ പേര് രണ്ടിടത്തും കാണും, അവരുടെ ജന്മസ്ഥലത്തും കാണും, ഇവിടെയും കാണും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിളിങ് വരുന്നവരുണ്ട്. അത് അവർ അറിഞ്ഞുകൊണ്ട് വരണമെന്നില്ല, അറിയാതെ വരാം, അറിഞ്ഞുകൊണ്ടും വരാം. ഇപ്പൊ നമ്മുടെ പേര് തന്നെ പലയിടത്തും കാണുന്ന ഒരു പ്രക്രിയ വരാം. നാലാമത്തെ ഒരു കാര്യം, വ്യാജ ID കാർഡ് ഉപയോഗിച്ചു. കാരണം ഈ ആധാർ കാർഡൊക്കെ മുമ്പ് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുമായിരുന്നു, അതിൽ തട്ടിപ്പ് നടത്താൻ പറ്റുമായിരുന്നു, ഇതിനകത്തൊക്കെ തട്ടിപ്പ് മുമ്പ് നടത്താൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നവരെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താക്കി. അതിനകത്ത് ആർക്കും പരാതിയില്ല. 58 ലക്ഷം പേര് പോയത് എല്ലാവരും ഓക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 5 ലക്ഷം പേര് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 58 കഴിഞ്ഞിട്ടുള്ള 5 ലക്ഷം പേരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഡോക്യുമെന്റ് കൊണ്ടുവരും. ഡോക്യുമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. ആ 5 ലക്ഷം പേരിൽ 4,98,000 പേര് വന്നതേ ഇല്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ വരണ്ടേ, ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്, എന്നെ കൂടെ ഈ പേര് ചേർക്കട എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങളൊരു കാര്യം ID കാർഡ് കൊണ്ടുപോകാന്ന് പറയും. എന്റെ കയ്യിൽ ID കാർഡ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകും. ആ വഴിക്ക് പോകാത്ത എന്താണ്? ഇപ്പൊ ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ചെറിയ രേഖകളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു അവധി മേടിക്കുമെന്നെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ 4,98,000 പേര് പോയില്ലെന്ന് വെച്ചാൽ, പോയാൽ ചിലപ്പോൾ അകത്ത് പോകുന്നൊരു പേടിയുണ്ട്. കാരണം ഇലീഗൽസ് ആണ്, കുടിയേറ്റക്കാരാണെന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ നാട്ടിലെ പാർട്ടിക്കാരെങ്കിലും വരത്തില്ലേ? എന്തുകൊണ്ടാണെന്നുള്ള അറിയാം. അപ്പൊ ഈ 4,98,000 പേര് ആ വഴിക്കേ പോയില്ല ഡോക്യുമെന്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. പിന്നെ ഒരു 9,42,970 പേര് ഡോക്യുമെന്റ് കൊടുത്തു. ഡോക്യുമെന്റ് കൊടുത്തു ചിലപ്പോൾ വ്യാജ ഡോക്യുമെന്റ് ആണത്, അവന്മാരെയും തള്ളിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 70 ലക്ഷം പേര് പശ്ചിമ ബംഗാളിൽ നിന്ന് മാത്രം കരട് റിപ്പോർട്ടിലെ ഒരു സംഖ്യയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഉത്തർപ്രദേശിൽ എത്ര പേര് പോയി എന്നറിയാമോ? SIRന്റെ കരട് പട്ടിക വന്നപ്പോൾ അവിടെ 16 കോടി വോട്ടർമാരുണ്ടായിരുന്നതാണ്. അവിടെ 2,89 ലക്ഷം പേര് പുറത്തായി. ഇനി കേരളത്തിൽ 24, ബീഹാറിൽ 49, രാജസ്ഥാൻ 37, ഹരിയാന 13 ലക്ഷം, ദില്ലി 9, മഹാരാഷ്ട്ര 33, ഗുജറാത്ത് 24, മധ്യപ്രദേശ് 39, തമിഴ്നാട് 25 ലക്ഷം പേർ, കർണാടക 30, ആന്ധ്രാപ്രദേശ് 25 ലക്ഷം, തെലുങ്കാന 18 ലക്ഷം, പശ്ചിമ ബംഗാൾ 70 ലക്ഷം, അസം അവിടെയാണ് ഏറ്റവും ആദ്യം തുടങ്ങുന്നത്, അവിടെ 16 ലക്ഷം, ഒഡീഷ 22 ലക്ഷം പേർ. അങ്ങനെ ടോട്ടൽ ഏതാണ്ട് 6.5 കോടി ജനം ഈ വോട്ടർ പട്ടികയിൽ പുറത്തായി. അപ്പൊ ഇവരെവിടെ പോയെന്ന് വെച്ചാൽ ഇവർ നേരത്തെ തന്നെ എത്തേണ്ടിടത്ത് എത്തിയവരാണ്. സ്വർഗത്തിലോ നരകത്തിലോ എവിടെയെങ്കിലും ഒക്കെ എത്തിയവരാണ്. ഈ ബഹുഭൂരിപക്ഷം പേര് മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ സ്ഥലം മാറിപ്പോയവരും ഡബിളിംഗ് ഉള്ളവരും ഒക്കെയാണ്. പിന്നുള്ള ഈ തരികട ഒപ്പിക്കൽ പരിപാടിയൊക്കെയാണെന്ന് വെച്ചാൽ ബീഹാറിലാണെങ്കിലും ഏതാണ്ട് 8 ലക്ഷത്തിന്റെ അടുത്ത് പേര് മാത്രമേ ഉള്ളായിരുന്നു ഈ അനധികൃതമായി കുടിയേറി താൽക്കാലികമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയവർ. അവരുടെ എണ്ണം കുറവായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ക്ലീൻ ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ വോട്ടർ പട്ടിക ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം വളരെ രസകരമായിട്ടൊരു ഇത് വരും. 2024 ജനുവരി 1-ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം 96.88 ലക്ഷം കോടിയാണ്. അതായത് 96,88 ലക്ഷം വോട്ടർമാരാണ് 2024 ജനുവരി 1-ന് നമുക്കുണ്ടായത്. 2025 വന്നപ്പോഴേക്കും അത് 99.1, അതായത് 99 കോടി 1 ലക്ഷം പേര് വന്നു പുതിയതായിട്ട്. അതിൻ്റെ 3 കോടി പേര് പുതിയതായിട്ട് ചേർന്നു. അത് സ്വാഭാവികം മാത്രം. കാരണം ഈ 18 വയസ്സ് ആകുന്നവരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുമല്ലോ. അങ്ങനെ ചേർത്തതായിരിക്കാം. ഒരു 3 കോടി പേരുടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടത്. അതായത് ഇവിടെ പറയുമ്പോൾ പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. 140 കോടി പേരല്ലേ നമ്മളെന്ന് ചോദിക്കും. നമ്മുടെ ജനസംഖ്യ ഏകദേശം 140 കോടി പേര് വരുമെന്നാണ് പറയുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ജനിച്ചു വീണ കുഞ്ഞു തൊട്ട് വോട്ട് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ആ പ്രായമാകാത്ത 18 വയസ്സാകാത്തവരും ഉണ്ട്. അവരെ കൂടെ ചേർത്താണ് നമ്മൾ 140 കോടി പേരെന്ന് പറയുന്നത്. വോട്ട് ചെയ്യാൻ 2025 നമുക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 99.1 കോടി പേരായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴീ 9 സംസ്ഥാനത്തെയും കേവലം 3 യൂണിയൻ ടെറിട്ടറിയിലെയും SIR വരുമ്പോൾ അതിൽ നിന്ന് തന്നെ 6.5 കോടി പേര് പോയി. ഇപ്പൊ 92 കോടി പേരേ ഉള്ളൂ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നത്. അതായത് 6.5 കോടി പേര് ഇക്കാലം അത്രയും പല സംസ്ഥാനങ്ങളിലെയും ഭരണം നിയന്ത്രിച്ചിരുന്ന പരേതാത്മാക്കളോ
ഒളിച്ചോടിപ്പോയവരോ ഇല്ലാത്തവരോ ഒന്നിലധികം സ്ഥലത്ത് വോട്ട് ചെയ്തവരോ ആയിരുന്നു. ഇവരെല്ലാം ഈ രാജ്യത്തുനിന്ന് വാങ്ങിയ മണ്ണെണ്ണ, റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി, മെഡിക്കൽ സൗകര്യങ്ങൾ, ഇതിന്റെ പേരിലായിരിക്കുമല്ലോ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിനെയും കൂടെ കണക്കെടുത്തിട്ടായിരിക്കുമല്ലോ സംസ്ഥാന ആരോഗ്യവകുപ്പ് മരുന്നും കാര്യങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നത്. റേഷൻ ഡിപ്പോയിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് റേഷൻ വിഹിതം വരുന്നത് ഈ കണക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. ഈ കണക്കിൽ തന്നെ ആയിരിക്കുമല്ലോ ഗ്യാസ് കണക്ഷൻ ഒപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ എന്തൊക്കെ വിക്രിയകളായിരിക്കണം നടന്നിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇനി ബാക്കി സംസ്ഥാനത്തൂടെ വരുമ്പോൾ ഈ 6.5 കോടി എന്നുള്ളത് ഒരുപക്ഷെ 12 കോടിയിലേക്ക് മുകളിൽ 12 അല്ല 15 കോടി വോട്ടർമാർ ചിലപ്പോൾ കാണാനില്ലാതെ വരും. 15 കോടി വോട്ടർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇപ്പൊ ഈ പുതിയ കണക്ക് പ്രകാരം 92 കോടി വോട്ടർമാരാ. അതിൽ നിന്ന് തന്നെ വീണ്ടും ഒരു 10 കോടിയുടെ കുറഞ്ഞാൽ 82 കോടി വോട്ടർമാരേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എത്ര ഭീതിജനകമായ അവസ്ഥയാണ്. നരേന്ദ്രമോദി ഈ സമയത്ത് എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ചെയ്ത വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഇത്രയും പരാതാത്മാക്കൾ അടക്കം വോട്ട് ചെയ്തിട്ടായിരുന്നു പലരും അധികാരത്തിൽ കയറി. മമതയുടെ പ്രശ്നവും അത് തന്നെയാണ്. ബീഹാറിൽ ഇപ്പൊ ആർക്കും വോട്ട് ചോരുന്നോ ഇല്ലെങ്കിൽ പേര് ചേർത്തില്ലെന്നോ പറയാനില്ലല്ലോ. കാരണം ഈ ബംഗാളിലും പറയുന്നില്ല. ബംഗാളിൽ ഇപ്പൊ മമതാ പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു 1.5 ലക്ഷം പേരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ മറ്റേ ലക്ഷങ്ങളൊക്കെ ദശലക്ഷം കോടികളൊക്കെ പോയി, വേറെ 1.5 ലക്ഷം പേരുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് ധനുഷ് നേരത്തെ പറഞ്ഞ ഈ മുട്ടാപ്പോക്ക് ഉണ്ടല്ലോ, ദത്ത എന്നുള്ളതിന് DATTA എന്നിട്ട് DUTTA എന്നിട്ട് ദത്ത എന്നാണ്. അത് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. അതാണെങ്കിൽ അവിടുത്തെ ജനിച്ചു വളർന്ന് ഇപ്പൊ ധനുഷിന്റെ സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ധനുഷ് അവിടെ ജനിച്ചു വളർന്നാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റും, എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ചിലപ്പോൾ അതിനൊരു ഉപായം എന്തായാലും ഒരു പോകാൻ വഴി പറയും, നിങ്ങളുടെ സ്പെല്ലിംഗ് പത്രത്തിൽ ഒന്ന് പരസ്യം ചെയ്തേക്കൂ, ഗസറ്റിൽ ഒന്ന് വിജ്ഞാപനം ചെയ്തേക്കൂ. സിമ്പിൾ കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് രാഷ്ട്രീയക്കാർ ഓടി വന്നത് മാറ്റി തരികയും ചെയ്യും. കാരണം വോട്ടാണല്ലോ അവർക്ക് വേണ്ടത്. അപ്പം 1.5 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ മുട്ടാപ്പോക്ക് കാര്യങ്ങളിൽ 1.5 ലക്ഷം പേരുണ്ടെന്നാണ് ഇപ്പൊ മമത പറഞ്ഞത്. ബാക്കിയൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞു. മമത ഓൾറെഡി തന്നെ അംഗീകരിച്ച് കഴിഞ്ഞു. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ പിന്നെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ 1.5 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ പേരിന്റെ വ്യത്യാസമല്ല ധനുഷ് അവിടെ ഉള്ളത്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ ഇവരുടെ ഡേറ്റാസ് ഈ അടിച്ചു കൊടുക്കണം, ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് അത് നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. ധനുഷിന് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ഈ അവിടുത്തെ ഈ BLOമാർക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അന്ന് അവിടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പശ്ചിമ ബംഗാൾ വിവിധ സ്ഥലങ്ങളിൽ ഉൾഭാഗത്തൊക്കെ പോയിട്ടുള്ള BLOമാരുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു സമയം നീട്ടി നൽകിയിരുന്നു. വരാന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളമായിട്ട് താരതമ്യം ചെയ്യായിരുന്നു. ഇപ്പൊ ഉൾനാട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ ബസ്സും വെള്ളമൊക്കെ പിടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ വാ, ഇവിടെ ഇരുന്ന് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഈ നെറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ 1.5 ലക്ഷം പേര് ഈ അപ്ലോഡിംഗ് പ്രശ്നത്തിൽ കിടക്കുന്നവരാ. അതിനകത്ത് ചിലപ്പോൾ 1-2 പേര് ഈ മമതാ ബാനർജി പറഞ്ഞെങ്കിൽ ദത്തയും ദുത്തയും തത്തയൊക്കെ കാണുമായിരിക്കും. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയത്. ഇപ്പോൾ ഈ SIR വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഈ വോട്ടർമാരെ വെച്ചിട്ടാണ് ഇവിടെ കിടന്നിട്ട് വെല്ലുവിളി നടത്തുന്നത്. ഈ രാജ്യം ഞങ്ങൾ സ്വന്തമാക്കും, ഈ രാജ്യത്തിൽ ഞങ്ങൾ പറയുന്നവരെ ഭരിക്കൂ, ഈ രാജ്യം ഞങ്ങൾ മതഭരണത്തിന് കീഴിലാക്കും, ഈ രാജ്യം ഞങ്ങൾ വെട്ടിമുറിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ വോട്ടുകളുടെ അഹങ്കാരത്തിലായിരുന്നു. ഞങ്ങൾ ഇന്നുവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഈ വോട്ടുകളുടെ അഹങ്കാരം. ഈ വോട്ട് പോകുമ്പോഴേക്കും പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി ഈ വോട്ട് ചേർത്തൊരു രാഷ്ട്രീയക്കാരുണ്ട്. അത് ബഹുഭൂരിപക്ഷം പേരും ഈ കമ്മ്യൂണിസ്റ്റുകളോ ഇല്ലെങ്കിൽ അത് കണക്കുള്ള പാർട്ടികളോ ആയിരിക്കും. അവരെല്ലാം പോവുകയാണ്. പിന്നെ സംഘടിത മതപരമായ സംഘടനകളും മതശക്തികളും വോട്ടുകൾ വലിയ രീതിയിൽ ചേർത്തിട്ടുണ്ട് അവരുടെ സ്ട്രെങ്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതും ഇപ്പൊ പുറത്തു പോവുകയാണ്. അങ്ങനെ ഓൾറെഡി എല്ലാം കൂടെ ഇപ്പൊ നിലവിൽ കേവലം 9 സംസ്ഥാനത്ത് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് മാത്രം 6.5 കോടി പേര് പോയിരിക്കുന്നു. ഇന്ത്യയിൽ ഇനിയും കിടക്കുന്നു 21 സംസ്ഥാനം കൂടി, 6 കേന്ദ്രഭരണ പ്രദേശം കൂടി കിടക്കും. അതുകൂടെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ഒരു ടോട്ടൽ ഒരു 15 കോടി 16 കോടി പേര് ഔട്ടാവും. UPയിലാണ് രസകരമായ കാര്യം. 16 കോടി വോട്ടർമാർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പൊ 12 കോടിയേ ഉള്ളൂ. ഏതാണ്ട് 12 അല്ല, ഒരു 13 സംതിങ് കോടി വോട്ടർമാരേ ഉള്ളൂ ഇപ്പൊ. അതാണ് UPയുടെ അവസ്ഥ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് കൂടെ ആരംഭിച്ചു കഴിഞ്ഞാൽ തീരുമ്പോ 140 കോടി നമ്മൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ മോഹൻ ഭാഗവതൊക്കെ ഇപ്പൊ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1-ലും 2-ലും നിർത്തരുത്, മിനിമം 3 പിള്ളേരെങ്കിലും വേണമെന്ന് പറയുന്ന കാര്യം. ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. കാരണം ഈ ചൈനയും ജപ്പാനും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവിടെ ഈ പ്രായാധിക്യമുള്ളവർ വർദ്ധിക്കുന്നു. യൂത്ത് ഇല്ലാതെ വന്ന ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പം ഇന്ത്യ ഇപ്പോൾ 55% യൂത്തുള്ള രാജ്യമാണ്. അപ്പൊ യൂത്തുകളെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സംഘമൊക്കെ ഈ കുട്ടികളെ കൂടുതൽ ഉത്പാദിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അല്ലാതെ ഈ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതെന്താണെന്നറിയോ? ഈ ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞല്ലോ, ഞാൻ ഇത്രയും പ്രായമായി, ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരും ജനിക്കണമെന്നൊന്നും എനിക്കും വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ എന്റെ മക്കളൂടെ മതി, ഇത് കൂടുതലൊക്കെ ജനിക്കേണ്ട എന്നൊരു താല്പര്യമുള്ളവരാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുരോഗതി നോക്കും.
അല്ല, നമ്മള് ഈ ഒരു രാജ്യത്തിന്റെ പുരോഗതി നോക്കുകയാണെങ്കിൽ നമുക്ക് വരും തലമുറ ഇനിയും ആവശ്യമാണ്. യൂത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. യൂത്ത് ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് ചെറുപ്പമായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ, കൂടുതൽ അതെ. ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകാനും കഴിയും. അപ്പൊ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടികളൊക്കെ ജനിപ്പിക്കാനുള്ള ഒരു പ്രധാന തടസ്സമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ചെലവൊക്കെയാണ് വരുന്നത്. വേറൊന്നുമില്ല, നമ്മൾ വലിയ ഡ്രസ്സ് വാങ്ങുന്നില്ലേ, വലിയ കാർ വാങ്ങുന്നില്ലേ, അതുപോലൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പഠിത്തമൊക്കെ നടന്നു പോകുന്നേ. ഇവിടെ അബ്ദുൽ കലാമും മറ്റുള്ളവരും ഒക്കെ ഈ രാജ്യം ഭരിച്ചത് നരേന്ദ്രമോദി ഡോൺ ബോസ്കോ സ്കൂളിലൊന്നുമല്ല അദ്ദേഹം പഠിച്ചത്. ഇവിടെ വളർന്നു വന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ എടുത്തു കഴിഞ്ഞാലും മറ്റുള്ളവരെ എടുത്തു കഴിഞ്ഞാലൊന്നും അവര് വലിയ വലിയ സ്കൂളിലോ ബോർഡിങ്ങിലോ CBSE സിലബസിലോ പഠിച്ചവരായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അപ്പം കഴിവുണ്ട്, ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഇത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അത് എല്ലാവരും എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബേബി ഈസ് എ ബേർഡൻ എന്നാണ്. അതായത് കുട്ടികൾ ഒരു ഭാരമാണ്. കാരണം അവർ നമ്മുടെ സമയം അപഹരിക്കുന്നു, നമ്മുടെ പണം അപഹരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ട്രാവൽ ചെയ്യണം, നമുക്ക് അടിച്ചു പൊളിക്കണം, ഇതിനൊക്കെയാണ് നമുക്ക്. അവസാനം വയസ്സായി ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ അയ്യോ കുട്ടികളില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഈ തലമുറയ്ക്ക് അപ്പോഴായിരിക്കും വരുന്നത്. എന്തായാലും നമുക്ക് ബോധവൽക്കരിക്കാം, അല്ല അതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. താങ്ക് യു വിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.